ഓക്കെ ആയിട്ട് കേറുന്ന ഞാനിപ്പോ ഓരോരുത്തരായിട്ട് വിളിക്കും. രംഗത്ത് രാജാവ്, രംഗത്ത് രാജാവ്. അതിന് എന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല സുഹൃത്തെ. അതിന് നിന്നെ ആരെയും ഇങ്ങോട്ട് വിളിച്ചത്? പിന്നെ രംഗത്ത് രാജീവ് രാജീവ് എന്ന് പറഞ്ഞു. രാജീവല്ല, രംഗത്ത് രാജാവ്. പോവാങ്ങട്. എന്ത് കഷ്ടമാണ്. രാജാവുവാ നീയല്ല, എന്റെ ഡ്രൈവറാണ്. നീ പടം പോവാങ്ങട്. നിങ്ങൾ ആരുമല്ല. നിൽക്കണ് സുരേഷ്, ഗംഗാരിച്ചേട്ടന്റെ മോൻ സുരേഷ്. നീ എന്റെ രാജാവ്. കിരീടം പറ്റിയിരുന്നില്ലേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ സുരേഷ്, ഇങ്ങോട്ട് വാ. നീ തമാശ കളിക്കല്ലേ? കയറി വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോ. ഈ അങ്ങോട്ട് പോകുന്ന എനിക്കിന്റെ അടുത്തേക്ക് വാ. രാജാവ് നേരെ നോക്കുന്നു. ഓഡിയൻസിനെ നോക്കാൻ. അയ്യോ, പണ്ടേ പേടിയുള്ളതാ. പ്രകാശം വരുമ്പോൾ രാജാവ് പുഞ്ചിരി തൂക്കുന്നു. പ്രകാശം ട്രാപ്പിലിരിക്കുക പോരാനാണ്. അയ്യോ, ആ പ്രകാശനല്ല, ലൈറ്റ് വന്നല്ലോ. വെട്ടം പുഞ്ചിരി തൂയിക്കോ. പോയിക്കോട്ടെ. അല്ല, ആ പുഞ്ചിരി നട്ടകാത്തം, അതായത് പൊട്ടിച്ചിരി. അടിപൊളി. അതിവിടെ പറഞ്ഞ മഹാരാജാവ് ഗൗരവത്തിൽ ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടതുംന മഹാരാജാവ്. നടക്കൂല. പേരാണ് ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടതുംന മഹാരാജാവ്. താനങ്ങ് പറഞ്ഞാ പോലെ വെറുതെ നേരെ പറയാം. നിന്റെ പേരാണത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, വായിക്കൊള്ളണ വാക്ക് എഴുതിയാൽ മതി, എഴുതിയാൽ മതി. അല്ലാതെ പറയണം. പേരാണ് ദൃഷ്ടതുംന മഹാരാജാവ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. അതെ, അത് മതി. ആരെവിടെ? 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 ചോദിക്ക. ആരെവിടെ? ആരെവിടെ? അല്ല, അവൻ ബാലേനൊരു ഡയലോഗ് പറഞ്ഞാ. നിങ്ങൾ ആരും വിളിച്ചതല്ല. പോയെല്ലാവരും പോയ. എന്ത് കഷ്ടമാണ് ദൈവം. ഒരാള് നിന്നിട്ട് ബാക്കി എല്ലാവരും പോടാവേ. ആവശ്യമില്ലാത്ത നീ ഇങ്ങോട്ട് വാ. ബാക്കി എല്ലാവരും പോ. നീ ഇവിടെ തന്നെ. ബാക്കി എല്ലാവരും പഴം വരുന്നു, പഴം വരുന്നു. അടിപൊളി പടം. പടനായാലും ഇങ്ങനെ വേണം. മഹാരാജൻ അങ്ങ് ധൃതക്ക് പുളങ്ങിത്തനാവട്ടെ. മഹാരാജൻ അങ്ങ് ധൃതക്ക് പുളങ്ങിത്തനാവട്ടെ. ഇവനല്ലല്ല, സുനിയല്ലേ? സുനിക്ക് പനിയല്ലേ? അപ്പൊ അനിയ അനിയല്ലേ മുന്നി? അപ്പൊ ഇതേത് ശനി? ഇവൻ സനി. സനി ഡയലോഗ് പറയൂ. കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറ. മഹാരാജൻ അങ്ങ് ധൃതക്ക് പുളങ്ങിത്തനാവട്ടെ. ബാക്കി പോയി പഠിക്കും. പോരാ പോരാ, പോയി പഠിക്കപ്പുറം പോയി പഠിക്ക്. പഠിച്ചിട്ട് വായിക്കോട്ട്. മന്ത്രി വാ, മന്ത്രി വാ, മന്ത്രി വാ. ഒക്കെ നീയാണ്. നീ രാജാവല്ലേ. മന്ത്രി ഇങ്ങോട്ട് വാ, കേറുവാ. മതി മതി. എന്തോ ചിരിച്ചതാ. അടിപൊളി ഡയലോഗ് പറ. മറന്നുപോയി. മമ പ്രണാമം പ്രഭു, മമ പ്രണാമം. മമ മാക്രാണം പ്രഭു, മാക്രാണം. എന്തിനായി പറയണത്? മമ പ്രണാമം പ്രഭു, മമ പ്രണാമം. മമ മാമാമണം പ്രഭു, മാമാം. വ്യക്തമായിട്ട് പറയണം. മമ പ്രണാമം പ്രഭു, മമ. നമ്മളിങ്ങനെ കാണുമ്പോ വിഷയമില്ലേ? ഹലോ രാജാവേ, ഹലോ. മന്ത്രി സത്തമ്മ. മന്ത്രി സത്തമ്മ. മന്ത്രി സത്തമ്മ. എന്താണ് എന്റെ പേര്? എന്റെ പേര് തത്തമ്മ രാജു എന്ന് എല്ലാവർക്കും അറിയാൻ പാടില്ല. പേര് തോമലെന്ന് ഞാൻ വിളിച്ച. മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. നിനക്കറിയുമോ? നിനക്കറിയുമോ? എന്ത്? അതല്ല, നിനക്കറിയാമോ? നിനക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ താഴെ പറഞ്ഞ ഇവിടെ വന്നാൽ മതി, പറഞ്ഞു തരാം. മന്ത്രി തത്തമ്മ. മന്ത്രി രാജു. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടൽ. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടൽ എടുത്തോണ്ട് വരൂ. ഉടയാടലല്ല, ഉടയാടൽ. അതായത് നിന്റെ കുപ്പായ. അന്തപുരത്തിൽ നിന്ന് കുപ്പായ എടുത്തോണ്ട് വരാം. കണ്ണടച്ചോ. എന്താണ്? എടുത്തിട്ടില്ലേ? വണ്ടി കയറി പറഞ്ഞു പാന്റ് ട്രൗസർ ഒക്കെ എടുത്ത് ഇവിടെ ഞൊട്ടും. മന്ത്രി പോയിക്കോ, മന്ത്രി സുരേഷ പുറത്ത് വേണം. അതിന്റെ പൊട്ടിക്കില്ല. വിട്ടോ 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 വിട്ടോ. പഠിച്ചാ പഠിച്ചാ ഇല്ല, ശരിയായിട്ടില്ല. നീ വാ തുറന്നാ കംപ്ലീറ്റ് തെറ്റാ. നീ അപ്പുറം പോയിട്ട് പഠിക്ക്, ചെല്ല്. എന്ത് കഷ്ടമാണ് ദൈവമേ. സുരക്ഷിതാരാണ് ഡ്രൈവർ. എന്താണ്? ബാലയാണ് പൊയ്ക്കാടക്കാൻ കൈ കാണുന്നത്. നീ നമ്മൾ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് ചീട്ടെടുത്ത അത് കണ്ടാ? ടോളിന്റെ ചീട്ട്. ബാല നടക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ടോളിന്റെ ചീട്ട് കൊണ്ട് കളിച്ചിട്ട് ഞാൻ എടുത്തിട്ട് കായ കൊടുത്ത് പോയത്. ബാല നടക്കണം. ഈ പ്രാവശ്യം നടക്കില്ല. എന്ത് കഷ്ടമാണ്. പോവാ, ബാല നടക്കണം. പൊക്കോ പൊക്കോ. ബാലയാണ്. നിങ്ങളെല്ലാം വിളിക്കണത്. പൊയ്ക്കോ, നിങ്ങളെന്നല്ല. അവൻ ഡയലോഗ് പറഞ്ഞ
സുരേഷിനെ ആരവിടെ വേണ്ടട്ടാ ശരിയായിട്ടില്ല. പോയി പഠിക്കുന്നു. പോയി പഠിക്കും. ഇതായിരുന്നത് നമ്മുടെ വാലിൽ ഹനുമാനില്ല. ഹനുമാനല്ലേ ലൈറ്റ് കെട്ടുന്ന ശശിയാ. ലൈറ്റ് കെട്ടാൻ ചിലപ്പോ കടന്നു കുത്തിയതാ. ശശി പഠിച്ചാ പോയി പഠിക്കണം. എന്ത് കഷ്ടമാണ്. നീ ആയിട്ട് മന്ത്രി ഒന്നുകൂടി വാ. മന്ത്രി എവിടെ? എങ്ങോട്ട് പോയി മന്ത്രി? ഇതിലേക്ക് വണ്ടി. മഹാരാജൻ ഒന്നും അറിയില്ലേ? മഹാരാജൻ ഒന്നും അറിയില്ലേ? ഒരു പ്രാവശ്യം മറിഞ്ഞിനാണ് ഇങ്ങോട്ട് പറഞ്ഞു. അറിയില്ലല്ലോ, ഒന്നും അറിയില്ലെന്ന്. എനിക്കൊന്നും അറിയില്ല. കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. നിവർത്തിട്ട് വരാം. അതല്ല, ശത്രുസൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കരക്കാര് നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഞാൻ പൊള്ളിയിലോട്ടുണ്ടാവും. പോലെ എന്ത് കഷ്ടമാണ് ഈ സമയം. അയൽപക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. അയൽപക്കത്തെ രാജാവ് കോഴിക്കാഷ്ടമായിട്ടോ? കോഴിക്കാഷ്ടമല്ല, കോപിഷ്ഠനായിട്ട്. കോപിഷ്ഠനായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇത് കണ്ടാടാ ചിരിച്ചു മെനികേടായിട്ട്. ഗോപനൊക്കെ വന്നിട്ട് ഈ എപ്പോഴാണ് തുടങ്ങുന്നത്? അതല്ല, നിന്റെ മുഖത്ത് ദേഷ്യം തട്ടില്ല. എനിക്കത് വരില്ല. ശമ്പളം ഞാൻ തരില്ലോ. എന്റെ സ്വഭാവം പറഞ്ഞിട്ടുള്ളതായിരുന്നു ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. അത്ര മതിയാ. മഹാരാജ ഉള്ളി കേൾക്കുന്നു. കണ്ടം മീൻകാരെയൊക്കെയാണ് ഞാൻ രാജാവാക്കിയത്. അങ്ങനെയല്ല, അവന്റെ പേര് പറ. ത്രിവിക്രമ. നീ തെറിച്ചിട്ട് പോലെ നീ കാശ് മേടിക്കണേ. പറയുന്നേ ത്രിവിക്രമ. എന്തെങ്കിലും പറയും. എന്റെ പേരല്ലേ ശശി? മഹാരാജ വാളെടുക്കുന്നു. ആ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചോളൂ. ഉറിയിലൊക്കെ എങ്ങനെയാണോ വാൾ വലിച്ചോടുന്നത്? അങ്ങനത്തെ വളയുന്നിങ്ങനെ വാളെടുത്തില്ലേ? വാള് വെച്ചേക്കണവരാ. ആരാ വാള് വെച്ചേക്കണ? വാള് വെച്ചത് ഞാനാ. അല്പം ഒറിജിനൽ വാള് വെച്ചേക്കണത് ആരാണ്? സുരേഷേ, ആളെ മനസ്സിലാക്കാനുണ്ട്. വാള് കിട്ടിയ അതെ നാളെ പൂളാൻ പറ്റും തന്നെയാണ്. എന്നെ അവനെ വെട്ട്. വെട്ടിക്കഴിഞ്ഞ മരിച്ചു വീഴും. നീ മരിച്ചു വീഴും. നീ മരിച്ചു പൊട്ടിച്ചിരിക്കുന്നു. നീ എങ്ങനെയാണ് ചിരിക്കുന്നത്? നീ അവിടെ കിടക്കണ. ഈ സമയം ശത്രു സൈന്യം അന്തപുരത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവർ മഹാരാജാവിനെ വളയുന്നു. എന്താ നിങ്ങളൊക്കെ എതിരാജ്യത്തെ പടന്മാരെ? രാജ്യത്തെ പടന്മാരല്ല, പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. എന്താ ചേട്ടാ പ്രശ്നം? ഞങ്ങൾക്ക് ഈ ബാല വേണ്ട. പിന്നെ എന്താ ഞങ്ങൾക്ക് ചവിട്ട് നാടകം മതി. ചവിട്ട് കാണാൻ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം ചവിട്ട് നാടകം. ചവിട്ടി പോയാ മുളകിലാവട്ടെ. ഇപ്പൊ